റെക്കോർഡ് കുതിപ്പിൽ സ്വർണ്ണ നിരക്ക് ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് 9,000 രൂപ കടന്നു. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 9,015 രൂപയായി. പവന് 760 രൂപ വർദ്ധിച്ച് 72,120 രൂപയായി. ബീന റാണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബീന, കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം പവന് 560 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. 72,120 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 915 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവകാല റെക്കോർഡാണ് ഇന്ന് ഭേദിച്ചിട്ടുള്ളത്. ഇതാദ്യമായാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 9,000 രൂപ എന്ന നിലവാരം മറികടക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണവിലയിലെ കുതിപ്പാണ് കേരളത്തിലും ആഭ്യന്തര വിപണിയിലും ഈ വില വർധനയ്ക്ക് കാരണമായതെന്നാണ് കാണിക്കപ്പെടുന്നത്. ഈ മാസം ഏപ്രിൽ മാസം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയത് ഏപ്രിൽ 8-ാം തീയതിയായിരുന്നു. അന്ന് പവന് 65,800 രൂപയായിരുന്നു നിരക്ക്. അതിനുശേഷം ഇതുവരെ ഏകദേശം 2 ആഴ്ച കൊണ്ട് ഒരു പവന് 6,320 രൂപയോളം വർധനവ് രേഖപ്പെടുത്തിയതായി കാണാം. പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ താരിഫ് യുദ്ധമാണ് സ്വർണ്ണവിലയിലെ വർധനവിന് പിന്നിലെ പ്രധാന കാരണമായി ഈ മേഖലയിലുള്ളവർ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക രംഗം എപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടോ അപ്പോഴൊക്കെ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവണതയുമുണ്ട്. അതും ഇത്തവണ പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. എന്തായാലും ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ സ്വാഭാവികമായും വിലയും വർദ്ധിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ സ്വർണ്ണവില സാധാരണ ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ വ്യാപാരികൾക്കും ഇടയ്ക്ക് ഒരു ഇടവേളയിൽ സ്വർണ്ണവില കുറഞ്ഞ സമയത്ത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത അവർക്കെല്ലാം അതേ വിലയിൽ തന്നെ സ്വർണം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലയിലും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന സംശയമില്ല. എന്തായാലും വില കുറയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ലെന്നാണ് ഈ മേഖലയിലുള്ളവർ വിലയിരുത്തുന്നത്. ശരി ബീന.